പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊതുമരാമത്തിന്റെ ചുമതല വഹിക്കുന്ന ഹുസൈന നാസറിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്താനൊരു കാരണമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ഈ പെരിന്തൽമണ്ണ നഗരപരിധിയിൽ റോഡുകളൊക്കെ തകർന്നിട്ട് കാൽനട യാത്ര പോലും അസാധ്യമാണ്. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം ഒലിങ്കര ഫ്ലാറ്റിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നെങ്കിൽ കാൽനടയ്ക്ക് മാത്രമല്ല ഡാൻസ് പഠിക്കണം, ഏതിലേക്കൂടിയൊക്കെ പോകണമെന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോ വിളിച്ചാൽ പോലും ചെല്ലുന്നില്ലെന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. വേറെ ഒരു വഴി കൂടിയൊക്കെ പോകണം. അതുകൂടാതെ ഇവിടുന്ന് നമ്മുടെ LIC റോഡ് വഴി നേരെ പോയാൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ അതിർത്തിയിലേക്ക് ചെയ്യുന്ന നല്ല റോഡാ. ഈ മുനിസിപ്പാലിറ്റിയിലെ അതിർത്തിയിലെ റോഡ് നടക്കാൻ പോലും പറ്റില്ല. മാനത്തമംഗലത്ത് നിന്ന് പോവുകയാണെങ്കിലും ഒരു രക്ഷയില്ല, നടക്കാൻ പോലും പറ്റാത്ത റോഡാ. അപ്പൊ ഇനി പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നഗരസഭയിലെ ഹുസൈന നാസറിനോട് ചോദിക്കാം, ഈ റോഡൊക്കെ എന്തെങ്കിലും നന്നായിട്ട് ജനങ്ങൾക്ക് മര്യാദക്കൊന്നും നടന്നു പോകാൻ പറ്റുമോ? നാട്ടുകാരുടെ ചോദ്യമാണ്. അതിന്റെ ഉത്തരവൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിന്റെ അനാസ്ഥ മൂലം ഉണ്ടായതാണ്. ഇതിനിപ്പോ മാനത്തമംഗലം ചിരട്ടമണ്ണ റോഡ് ഇതിനൊക്കെ TCI വന്നിട്ടുണ്ട്. ഇനി മഴ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മളത് വൈകാതെ പണി തുടങ്ങും. അതുപോലെ തന്നെ അങ്ങാടിപ്പുറം SCI റോഡിനെ കുറിച്ച് പറഞ്ഞു, അതും ഇതുപോലെ TCI വന്നിട്ടുണ്ട്, അതും വൈകാതെ പണി തുടങ്ങും. ഫ്ലാറ്റിന്റെ റോഡ് അതും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഡ്രൈനേജിന്റെ ഉണ്ട്, അതും ഒക്കെ പണി തീർന്നിട്ടുണ്ട്. ഈ മഴന്റെ കാരണം കൊണ്ടാണ് ഇപ്പൊ നമ്മളൊന്ന് വൈകി പോണത്. അത് കഴിഞ്ഞാൽ ഈ റോഡ് പിന്നെ പൂർത്തീകരിക്കുന്നതാണ്. ഞങ്ങൾ എപ്പോഴും ജനങ്ങളെ കൂടെയാണ്, ജനങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടിക്കത്തില്ല. തീർച്ചയായിട്ടും ഇതിന്റെ പണി പെട്ടെന്ന് നടക്കുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മഴ മാറി വെയിൽ വരുമ്പോ ഉടൻ തന്നെ ശരിയാവുന്ന ഇപ്പൊ പെരിന്തൽമണ്ണക്കാര് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കൽ ഒരു മന്ത്രി ഇവിടെ വന്നു, പട്ടാമ്പി പുലാമന്തൂർ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, മേലാറ്റൂർ റോഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മഴ മാറിയാൽ എല്ലാം ശരിയാവും. അങ്ങനെ മഴ മാറി കാലങ്ങളോളം ദുരിതം അനുഭവിച്ചു. പിന്നെ എങ്ങനെയൊക്കെ ഇപ്പൊ യാത്ര ചെയ്യുന്നു. അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും റോഡ് ഒന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ മഴ മാറി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ മഴ ഇനിയും വരുമല്ലോ എന്ന രീതിയിലാവുമോ എന്നുകൂടി ചോദിച്ചാൽ? ഇല്ല, എന്തായാലും നമുക്ക് പണി തുടങ്ങും. അതന്നെ നമ്മളൊരു വാക്ക്. ഇപ്പൊ മാനത്തമംഗലം ചീരട്ടമണ്ണ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു കൗൺസിലറും കൂടിയാണ്. അപ്പോ ഞാൻ അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധം പെട്ടെന്ന് അതിന്റെ പണി നമ്മൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ പാടത്തെ പണികളൊക്കെ നമ്മൾ തീർത്തു കൊടുക്കും. ഈ ഒലിങ്കര ഫ്ലാറ്റ് സമുച്ചയത്തിലെ കാലങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് റോഡ് തകർന്നു കിടക്കുകയാണ്. അത് UDF അധികാരത്തിൽ വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് എത്രയും പെട്ടെന്നൊന്ന് നന്നാക്കി കിട്ടിയിരുന്നെങ്കിൽ നടന്നു പോകാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരത്തെയും കൂടി അവിടെയുള്ള പല ആളുകളും വിളിച്ചു. ഒരുപക്ഷെ ഹുസൈന നാസറിന്റെ ഈ സമീപത്ത് ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് അവിടെ നിന്നുള്ള ആളുകൾ വിളിച്ചത്, കണ്ടല്ലോ. അപ്പൊ അവരുടെ പ്രശ്നത്തിന് ഈ മഴ മാറിയാൽ ഉറപ്പായിട്ടും പരിഹാരം ഉണ്ടാകുമെന്ന് കൂടി അവരൊന്ന് വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും ഈ പെട്ടെന്ന് അവിടെ നമ്മൾ പണി തുടങ്ങും. അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് പ്രകാരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധം നമ്മൾ ഇതിന്റെ പണി നിങ്ങൾക്ക് തീർത്ത് തരും, അത് ഉറപ്പാണ്. അപ്പോ പച്ചേരി ഹുസൈന നാസർ, ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊതുമരാമത്തിന്റെ ചുമതല വഹിക്കുന്ന പച്ചേരി ഹുസൈന നാസർ ഉറപ്പ് നൽകുകയാണ്, ഒലിങ്കര ഫ്ലാറ്റ് സമുച്ചയത്തിലേക്കുള്ള തകർന്ന റോഡ് മഴ മാറിയാൽ ഉറപ്പായിട്ടും അത് ഗതാഗത യോഗ്യമാക്കും. അതുപോലെ മാനത്തമംഗലത്ത് നിന്ന് അങ്ങോട്ടുള്ള റോഡ്, പിന്നെ ഈ അങ്ങാടിപ്പുറം FCI റോഡ്, ഈ റോഡെല്ലാം അങ്ങടേക്കുള്ള റോഡെല്ലാം മഴ മാറിയാൽ ഉറപ്പായിട്ടും പണി തീർത്ത് സുഗമമായി സഞ്ചരിക്കാനുള്ള, എന്തൊക്കെയായാലും മഴ മാറണം. മഴത്തിപ്പോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഒലിച്ചു പോവുള്ളൂ. അപ്പോൾ മഴ മാറിയാൽ ഉറപ്പായിട്ടും ആ റോഡ് പുനർനിർമ്മിച്ച് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെയും ചെയ്യും. ഏതായാലും പ്രതീക്ഷിക്കാം UDFന്റെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനിയിപ്പൊ മഴ മാറണമെന്നില്ല, കോൺക്രീറ്റിന്റെ വർക്കാണെങ്കിൽ ചിലപ്പോൾ മഴന്റെ മുന്നേ ഈ മഴന്റെ അവസരത്തിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാം. എന്തായാലും പറഞ്ഞ വാക്ക് നമ്മളവിടെ പാലിക്കും. ഉറപ്പ് നൽകുകയാണ് പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈന നാസർ. അപ്പോ പെരിന്തൽമണ്ണ നഗരത്തിൽ ഇങ്ങനെയുള്ള തകർന്നു കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്നവർ പേടിക്കണ്ട, മഴയൊന്ന് മാറി കിട്ടിക്കോട്ടെ, എല്ലാം സുഗമമായി സഞ്ചരിക്കാവുന്ന തരത്തിൽ റോഡെല്ലാം കോൺക്രീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ടാർ ചെയ്തോ സഞ്ചരിക്കാവുന്ന അവസ്ഥയിൽ എത്തിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ.
For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.